കൊച്ചി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാക്കിയ ഒരു തീപിടുത്തം ഇന്ന് വെളുപ്പിന് ഏതാണ്ട് ഒരു 3 മണിയോടെ ഉണ്ടായി. 3 മണിക്കൂറിന് ശേഷം വളരെ കരുതലോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗത്ത് പാലത്തിന് സമീപം ആക്രിക്കടയിലാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 മണിയോടെ തീപിടുത്തമുണ്ടായത്. 15 യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയത്. അതോടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ 3 മണിക്കൂറിന് ശേഷം അവർക്ക് കഴിഞ്ഞു. ഏറ്റവും അവസാനം നമ്മളെ ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് 3 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിന് ഫയർ എൻഒസി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഫയർഫോഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും കാലം ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സാധാരണമാണ് എന്ന് മാത്രം പറയാം. റീഇഗ്നീഷൻ വന്നുകൊണ്ടിരിക്കുക. റീഇഗ്നീഷൻ എന്ന് പറയുമ്പോൾ അടിയിലുള്ള അറിയാലോ വയറുകളും മറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസും ഉണ്ട്, അത് വീണ്ടും ഉരുകിയിട്ട് കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് JCB കൊണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ ഫോം അടിച്ചിട്ടാണ് അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. സാർ, ഈ കെട്ടിടത്തിന് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു വല്ലതും അറിയാമോ? അതെല്ലാം കോർപ്പറേഷൻ വഴിയാണ് നോക്കേണ്ടത്. നിലവിൽ ഫയറിൻ്റെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. ഫയർ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ സംഭരിച്ചത്? അതെ തീർച്ചയായും. അതപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമോ ആ കാര്യത്തിൽ? അതിന് ഫയർ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് നടപടി എടുക്കേണ്ടത്. തന്നെ അപ്പോൾ സ്വാഭാവികമായും ദുരന്ത നിവാരണ നിയമപ്രകാരം കേസ് വരാനും സാധ്യത? കേസ് വരേണ്ടതാണ്. അതെ അത് അവർക്കെതിരെ നടപടി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണോ എന്ന സംശയമാണ് സ്ഥാപന ഉടമ രാജു ഗോപിക്കുള്ളത്. അദ്ദേഹം ഇത് 24 പറഞ്ഞു. നമുക്കിവിടെ എല്ലാ ലൈസൻസുകളും എല്ലാം സുരക്ഷിതമായിട്ട് എല്ലാണ്ട്. എന്തെങ്കിലും സംശയമുണ്ടോ ഈ ഇതിൽ തീ പിടിച്ചത്? ആരാ ബാക്കിൽ കൂടെ തീ കൊടുത്ത പ്രശ്നം കൂടെ തീ കൊടുത്ത അല്ലാണ്ട് പറഞ്ഞില്ല. ഞാൻ കത്തിയ സ്ഥലത്ത് എന്തെങ്കിലും ലൈൻ ഉണ്ടായിരുന്നോ? ഇല്ല ലൈനൊന്നുമില്ല അവിടെ. ഫയർ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? എല്ലാണ്ട്. തീപിടുത്തത്തിന് മുമ്പ് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടതായി കടയുടമയുടെ മാതാവ് സരസ്വതി പറഞ്ഞു. 2 മണിക്ക് ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് വന്ന മോനപ്പോൾ ഉറങ്ങിയില്ല. ഞാൻ ചോദിച്ചെന്തോ ഉറങ്ങാച്ചെന്ന്. തിരിച്ച് വന്നപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ മോനെൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോന്നു. കത്തുന്നു അപ്പുറത്തെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിനകത്തേക്ക് ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടല്ല, സാധനങ്ങളൊക്കെ അവിടെ കിടക്കും അതിനുള്ളിൽ. ആ, കുട്ടിക്ക് സൗണ്ട് കേട്ടാണ് മകൻ പുറത്തോട്ട് ഇറക്കൊണ്ടുവന്നത്. തീപിടുത്തത്തെ തുടർന്ന് 2.5 മണിക്കൂറോളം നിർത്തിവെച്ച ട്രെയിൻ ഗതാഗതം വീണ്ടും സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും തത്സമയം ചേരുകയാണ്. ആദ്യം ശ്യാംകുമാറിലേക്ക്. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. യഥാർത്ഥത്തിൽ ഈ തിരുട്ട് ഗ്രാമത്തിൽ പോയ 2 പേരാണോ തീ അണയ്ക്കാൻ പോയതെന്ന് ആളിപ്പോൾ സംശയിക്കും. എന്തായാലും ശ്യാം, യഥാർത്ഥത്തിൽ എത്ര മണിക്കാണ് ശ്യാംകുമാർ സ്പോട്ടിലെത്തിയത്? അപ്പോൾ തീയുടെ വിവരം എന്തായിരുന്നു? SK, നമ്മളിവിടെ 3:20 ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിയോടുകൂടി തന്നെ നമ്മൾ ഈ വിവരം അറിയുകയും ചെയ്തു. അപ്പോൾ അത് അവിടെ നിന്ന് പിന്നീട് നമ്മുടെ യൂണിറ്റ് വിളിച്ചു വരുത്തി നമ്മളിവിടെ എത്തുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീ, അതെന്ന് വെച്ചാൽ വലിയ രീതിയിൽ തീ ഗോളങ്ങൾ ഉയരുന്ന പോലത്തെ തീയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് ചുറ്റും നിന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ കനത്ത പുക, വിഷപ്പുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കണ്ണ് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പുക. അതിനിടയിൽ നിന്നുകൊണ്ട് അവർ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് തീ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിച്ചത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ JCB വിളിച്ചു വരുത്തും, അത് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അപ്പോഴേക്കും 15ലധികം യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അവർ ഈ ചുറ്റും, ഈ കെട്ടിടത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടും ഫോം തളിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കത്തുന്ന വസ്തുക്കളിൽ നിന്നുള്ള വിഷപ്പുകയാണ് ഈ അന്തരീക്ഷത്തിൽ ഉൾപ്പെടെ ഉള്ളത്. രാവിലെ കൺട്രോൾ റൂം വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരാണ് ഈ വിവരം ആദ്യം പുറത്തറിയിച്ചത്. ആ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ആ കൺട്രോൾ റൂം വെഹിക്കിളിലെ ഒരു ഓഫീസർ ഇവിടെയുണ്ട്. സാറേ, ഒരു നിമിഷം. സാറേ, ഈ വിവരം എങ്ങനെയാണ്? അതെ, പട്ടാബുക്ക് ഒപ്പിടാനായിട്ട് ജസ്റ്റിസ് ശിവരാജൻ സാറിൻ്റെ വസതിയുണ്ട് അപ്പുറത്ത്, റെയിലിൻ്റെ അപ്പുറത്ത്. അവിടെ ഞങ്ങൾ പട്ടാബുക്ക് ഒപ്പിടാൻ ചെല്ലാൻ നേരത്ത് ഇവിടെ തീ ഉയരുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ നേരെ കൺട്രോൾ റൂമിൽ വിളിച്ചും ഫയറിലും വിളിച്ചും അറിയിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് എത്തി തീ അണയ്ക്കാൻ പറ്റി. അല്ലെങ്കിൽ ഈ ആക്രിക്കടയുടെ ഫുൾ ഭാഗം അപ്പുറത്തോട്ട് കത്തിപ്പോയേനെ. എൻ്റെ പേര് പ്രസീഷ്.
പ്രസീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച കൺട്രോൾ റൂം വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരാണ് ഈ തീ ആദ്യം കാണുന്നത്. അപ്പോഴേക്കും ഈ വീട്ടുകാർ, നമ്മളോട് നേരത്തെ സരസ്വതി അമ്മ എന്ന് പറയുന്ന വയോധികയായ വൃദ്ധ നമ്മളോട് പറഞ്ഞിരുന്നത് അവർ ആ തീ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അപ്പോൾ തുടങ്ങിയ ഒരു യത്നമാണ്, പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇപ്പോൾ ആ തീ അണയ്ക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഇവിടെ നിന്ന് വിഷപ്പുക ഉയരുന്നതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. SKN അതിനിടയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ കെട്ടിടത്തിന് ഫയർ NOC ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വിവരം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. കാരണം അപകടകരമായ സാധനങ്ങൾ, അതൊരു ചെറിയ വസ്തുവാണെങ്കിലും കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഫയർ NOC ആണ്. ആ NOC ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് വകുപ്പുകളുടെ NOC ലഭിക്കുകയുള്ളൂ. ഇതൊന്നുമില്ലാതെ ഇവിടെ ഇത്രയും സാധനങ്ങൾ സംഭരിച്ചു വെച്ചത് എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട വസ്തുതയാണ്. നിലവിൽ ഈ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും കത്തിയിരിക്കുന്നു. ഇപ്പോഴും പുക ഉയരുകയാണ്. അകത്ത് നേരത്തെ ഓക്സിജൻ സിലിണ്ടറും ഫയർ ഫൈറ്റർ സ്യൂട്ടും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്ത് കടന്ന പരിശോധന നടത്തിയിരുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ഒരിൻ്റെ വശത്ത് ഫോം തളിച്ചുകൊണ്ട് തീ അണയ്ക്കുകയും പുക ഉയരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. കൊച്ചി നഗരം ഉറങ്ങുന്ന സമയത്ത് ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ സൂര്യൻ ഉദിച്ച വെട്ടം പകർന്നപ്പോൾ അവസാനിക്കാറായിരിക്കുന്നത്. ഏതായാലും ഇതിന് ശേഷമാണ് ഇനി പോലീസിൻ്റെ അന്വേഷണവും കേസുകളും ഒക്കെ ഉണ്ടാകേണ്ടത്. ഏതായാലും കഴിഞ്ഞ 10 വർഷത്തിനിടെ കൊച്ചി കണ്ട ഏറ്റവും വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം SKN ഈ കെട്ടിടത്തിൻ്റെ ഒരു 10 മീറ്റർ പോലും ഇല്ല റെയിൽവേ ലൈനിലേക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതോടുകൂടി തീ ആളി പടർന്നപ്പോൾ ഒരുപക്ഷെ തീ ഗോളങ്ങൾ അങ്ങോട്ട് പടർന്ന് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റെയിൽ ഗതാഗതം 2.5 മണിക്കൂറാണ് കൊച്ചിയിൽ തടസ്സപ്പെട്ടത്. ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് മുന്നിൽ കൂടിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോളിയം ലൈൻ കടന്നു പോകുന്നത്. 24 മണിക്കൂറും പെട്രോൾ കടന്നു പോകുന്ന ലൈനാണ്. ഇത്രയും അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ അപകടമുണ്ടാകാതെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത്. തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്നുണ്ടായിരുന്നു. 100-ലധികം തൊഴിലാളികളുണ്ടായിരുന്നു. അവരെ ഇവിടെ നിന്ന് മാറ്റി സുരക്ഷിതരാക്കി തീ കൂടുതൽ പാടങ്ങളിലേക്ക് പടരാതിരിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ അകത്ത് ആക്രിയായി വാങ്ങിവെച്ചിരുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് 12 LPG സിലിണ്ടറുകളാണ്. ആ സിലിണ്ടറുകൾ കാലിയായിരുന്നുവെങ്കിലും അതിൻ്റെ അകത്ത് ഗ്യാസിൻ്റെ സാന്നിധ്യമുള്ളത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നതിനിടയിൽ, തീ ആളി പടരുന്നതിനിടയിൽ, പെട്രോളിയം ലൈൻ കടന്നു പോകുന്നതിനിടയിൽ ഒക്കെയാണ് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അത്രയും വലിയ ഒരു സാഹചര്യത്തിൽ അവർ ഈ തീ നിയന്ത്രിച്ചിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും തീ കെടുത്തിയിരിക്കുന്നു. കനത്ത പുകയാണ് ഉയരുന്നത്. നേരത്തെ വലിയ മഴ പെയ്തിരുന്നു, അത് പുകയ്ക്ക് ചെറിയ ശമനം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ സൗത്ത് മേൽപ്പാലം, നേരത്തെ അടച്ചിരുന്ന സൗത്ത് മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ബസ് ഉൾപ്പെടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ വലിയ നിയമപ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഫയർ NOC ഇല്ലാത്ത ഒരു കെട്ടിടം ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കുമെന്ന് പറഞ്ഞത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഏതായാലും കൊച്ചി നഗരം കണ്ട വലിയൊരു തീപിടുത്തത്തെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൂടെ നമ്മുടെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ ചേർന്ന് നിയന്ത്രിച്ചിരിക്കുന്നു. ആളപായങ്ങളില്ലാതെ, മറ്റ് നാശനഷ്ടങ്ങളില്ലാതെ അതിനെ നിയന്ത്രിച്ചിരിക്കുന്നു. ആ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. അവിടെ നിന്ന് വിഷപ്പുക കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ തൊട്ടടുത്ത് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അവിടെ താമസിക്കുന്നവർ, പ്രായമായ ആളുകളും മറ്റുള്ളവരുമൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് നമുക്കും തോന്നുന്നു. കാരണം പുക പടർന്ന അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വിഷപ്പുകയുടെ ബുദ്ധിമുട്ടുകൾ ബ്രഹ്മപുരം